Meet the editors. കേരളം കാത്തിരുന്ന ചോദ്യത്തിന് ഉത്തരമായി എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. 72-ാം ദിവസം അർജുനെ കാണാതായി. 72-ാം ദിവസമാണ് ആ ഉത്തരം ലഭിച്ചിരിക്കുന്നത്. ആ ഉത്തരം വെറുതെ അങ്ങ് ലഭിച്ചതല്ല, അതിന് പിന്നിൽ വലിയ ഒരു പോരാട്ടമുണ്ട് അല്ലേ ഉണ്ണിബാലകൃഷ്ണൻ? അതിൽ അർജുൻ്റെ സുഹൃത്തും ആ ലോറി ഉടമയായ മനാഫ്, അതോടൊപ്പം തന്നെ ആ കുടുംബം അതിലൊരു ഉത്തരം കണ്ടെത്തിയേ പറ്റൂ. കാരണം അന്ത്യകർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ മകൻ മരിച്ചു എന്നറിയണമല്ലോ. അപ്പോൾ അമ്മ പറയുകയാണ് അതിലൊരു ഉത്തരം വേണം, ആ ഉത്തരത്തിന് വേണ്ടി ആ തിരച്ചിൽ വേണമെന്ന് പറയുന്നു. നമുക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഒരു അപകടമുണ്ടായാൽ ഒരു പക്ഷേ ഇങ്ങനൊരു ഐക്യപ്പെടലും ഒരു തിരച്ചിലും വേഗത്തിൽ നടക്കും. പക്ഷേ അങ്ങനെ ഒരു രീതിയിലല്ല, അങ്ങനെ ഒരു സംസ്കാരമല്ല കർണാടകത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആ തിരച്ചിലിന് അവരെ നിർബന്ധിക്കുകയും അവർ പിന്നീട് അതിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അവിടെ കാർവാർ MLA നമുക്കൊപ്പം നിന്ന സാഹചര്യം, ഇവിടെ MK രാഘവൻ MP പോലുള്ളവർ വലിയ സമ്മർദ്ദം അവിടെ ചെലുത്തുന്നു. ഒടുവിൽ കർണാടക മുഖ്യമന്ത്രി തന്നെ ആ സംഭവ സ്ഥലത്തേക്ക്, തിരച്ചിൽ കാണാൻ വേണ്ടി അത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. കാലാവസ്ഥ ഒട്ടും അനുകൂലമായിരുന്നില്ല, പല ഘട്ടങ്ങളിലായി അത് തടസ്സപ്പെട്ടിരുന്നു. ഈ തിരച്ചിലിന് വന്നവരുടെ തന്നെ ഒരു മെല്ലെപ്പോക്ക്, അത് പല രൂപത്തിൽ നമുക്കറിയാം. ആദ്യത്തെ ദിവസങ്ങളിൽ മണ്ണിലും ചെളിയിലും കാല് പൂണ്ട് അല്ലേ, കാലൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മുടെ റിപ്പോർട്ടർമാർ അഭിലാഷും ദീപക് മലയമയും ഒക്കെ, ഡോക്ടർ അരുണും ഒരു ഘട്ടത്തിൽ പോയി. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പതിവിന് വിപരീതമായൊരു സാഹചര്യം. ഏറ്റവും ഒടുവിൽ ഈ 72-ാമത്തെ ദിവസം മറുപടി ലഭിക്കുന്നു എന്നുള്ളത് ആശ്വാസം എന്നുള്ളതല്ല, ഒരു ഉത്തരമായിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ആ ഉത്തരത്തിന് വേണ്ടിയായിരുന്നു കേരളം കാത്തിരുന്നത്. ഉണ്ണിബാലകൃഷ്ണൻ, ഈ ജൂലൈ 16-നാണല്ലോ അർജുനെ നമുക്ക് നഷ്ടമാകും. അതെ. അപ്പോൾ ആ ദിവസം മുതൽ റിപ്പോർട്ടർ ചാനൽ അതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. റിപ്പോർട്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടർമാരാണ്, പ്രത്യേകിച്ച് ഡോക്ടർ അരുൺകുമാർ അടക്കമുള്ളവരാണ് അവിടെ സ്റ്റേഷൻ ചെയ്ത് ആ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് അവിടെ നിന്നിട്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അവിടെ നിൽക്കുമ്പോൾ പോലും ഒരു റിസ്ക് ഉണ്ടല്ലോ. സാധാരണഗതിയിൽ വേണമെങ്കിൽ ഒരു മണ്ണിടിച്ചിലിനൂടെ സാധ്യതയുണ്ട്, ഒരു വലിയ അടുത്തൊരു പ്രകൃതി ദുരന്തത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ആ റിസ്ക്കൊക്കെ എടുത്ത് റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങൾ പിന്നീട് വളരെ ശക്തമായി അവിടെ നിലകൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ മനസ്സിലാക്കുന്നത് 72 ദിവസം ഒരു മനുഷ്യൻ്റെ മടങ്ങിവരവിനായി കേരളം ഒറ്റക്കെട്ടായി ഇത്രയും കാത്തിരുന്നിട്ടുണ്ടോ എന്ന് എൻ്റെ ഓർമ്മയിലില്ല അങ്ങനൊരു സംഭവം. ഇപ്പോൾ ഒരു ഡ്രൈവറാണ്, ഒരു ട്രക്ക് ഡ്രൈവറാണ്. അപ്പം അങ്ങനെ ഉപേക്ഷിച്ച് കളയേണ്ട ഒരാളോ ഒരു ജീവിതമോ അല്ല അർജുൻ്റേത് എന്ന് കേരളം ഒറ്റക്കെട്ടായി പറഞ്ഞു എന്നതുകൊണ്ടാണ് ഈ അന്വേഷണം നടന്നതും ഒടുവിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമായിരിക്കുന്നത്. ഓഫ് കോഴ്സ് അതിൻ്റെ DNA പരിശോധനയൊക്കെ നടത്തിയാണ് മരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ സാധ്യതകളെല്ലാം മങ്ങി എന്നുള്ളത് നമുക്കൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കണം. ഇപ്പോഴും ഔദ്യോഗികമായി ആ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി ആ യാഥാർത്ഥ്യവുമായി ആ വീട്ടുകാരും പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇത് കർണാടകയ്ക്ക് ഒരു പാഠമായി എന്നുള്ളതാണ്. കാരണം നമ്മളൊക്കെ ആദ്യം റിപ്പോർട്ട് ചെയ്തതുപോലെ അവിടുത്തെ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു റെസ്പോൺസ് ഒക്കെ വളരെ മോശമായിരുന്നു. 1-2 ഡ്രൈവർമാർ മരിച്ചു പോയിട്ടുണ്ട്, ഏതാനും പാവപ്പെട്ട ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിന്നാലെ നിൽക്കണോ? ഈ മഴയൊക്കെ കഴിയട്ടെ, ഈ സ്ഥലമൊക്കെ ഒന്ന് നമുക്ക് വൃത്തിയാക്കി എടുത്തിട്ട് പിന്നീട് അന്വേഷിക്കാം, ഈ രീതിയിലുള്ളൊരു അപ്രോച്ചായിരുന്നു. അതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കേരളത്തിന് പുറത്ത് ഇത്തരത്തിലൊക്കെയുള്ള സമീപനമാണ് മനുഷ്യരോടൊക്കെ ഉള്ളത്. എന്നാൽ കേരളത്തിൽ നിന്ന് മാധ്യമങ്ങൾ അവിടെ എത്തിച്ചേരുകയും കേരളത്തിലെ ജനപ്രതിനിധികൾ അവിടെ എത്തിച്ചേരുകയും പിന്നീട് സർക്കാർ തന്നെ ഊഴം വെച്ച MLA-മാരെ അവിടെ നിലനിർത്തി. ആ രീതിയിലൊക്കെ അത് വളരെ ശക്തമായി ടേക്കപ്പ് ചെയ്തു. ഓഫ് കോഴ്സ് KC വേണുഗോപാലിനെ പോലെ ഒരാൾ, അദ്ദേഹം കോൺഗ്രസിൻ്റെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരിക്കുന്ന സർക്കാരാണ്, അദ്ദേഹം ചെലുത്തിയ സ്വാധീനം. അപ്പോൾ അങ്ങനെ എല്ലാ വിഭാഗങ്ങളും അവിടെ ഒറ്റക്കെട്ടായി അർജുന് വേണ്ടി നിന്നു എന്നുള്ളതാണ്. അതൊരു പുതിയ അനുഭവമായിരിക്കും കർണാടകത്തിലുള്ള ആളുകൾക്ക്. അവരുടെ ആദ്യഘട്ടത്തിലെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഇത്രയും പിന്നെ ഈ കാര്യത്തിൽ ഇത്ര വളരെ ഗൗരവമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? അതൊരു ഡ്രൈവറുടെ പ്രശ്നമല്ലേ, അത് ഞങ്ങൾ പതിയെ തപ്പി കണ്ടുപിടിച്ചോളാം. ഈ രീതിയിലുള്ളൊരു സമീപനമായിരുന്നു. അവിടെ നിന്ന് ഇതൊരു മനുഷ്യജീവനാണെന്നും അത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ മാധ്യമങ്ങളുടെയും പിന്നീട് രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഒക്കെ സാന്നിധ്യം കൊണ്ടും അവരുടെ ഇടപെടൽ കൊണ്ടും സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിലൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു. ആ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞതിന് പിന്നിൽ വലിയൊരു പ്രയത്നമുണ്ട്. അതൊരു കൂട്ടായ പ്രയത്നമാണ്. ആ കൂട്ടായ പ്രയത്നം എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ സമൂഹത്തെക്കുറിച്ചൊക്കെ നമുക്ക് അഭിമാനം നൽകുന്നൊരു കാര്യമാണ്. ഇത്തരത്തിൽ കൂടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും, ഒന്നിച്ച് നിൽക്കാൻ കഴിയും.
എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടാകുന്നത്, ആ ഒരു വിശ്വാസം ഉണ്ടാകുന്നത് നമ്മളെയൊക്കെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകവുമാണ്. യഥാർത്ഥത്തിൽ അങ്ങേയറ്റം ഖേദകരമായൊരു സംഭവമാണ്. അവസാനം നമ്മൾ കൺഫേം ചെയ്യുന്നത് അർജുൻ ഇല്ല എന്ന് തന്നെയാണ്. എങ്കിൽ കൂടിയും ആ വീട്ടുകാർക്ക് ഇപ്പോഴുണ്ടാകുന്നൊരു ആശ്വാസമുണ്ടല്ലോ. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും ദുരിതം അനുഭവിച്ച്, ദുഃഖം അനുഭവിച്ച്, ബുദ്ധിമുട്ട് അനുഭവിച്ച് കിടക്കുകയാണോ എന്നൊക്കെ തോന്നിപ്പോകുന്നേ മനുഷ്യരല്ലേ, അങ്ങനെയൊക്കെ ആലോചിച്ച് പോകും. അപ്പോൾ അവിടെ ഒരു സമാശ്വാസം പോലും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദുഃഖകരമാണ്, പക്ഷേ ഇത് നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു വിജയം കൂടിയാണ്. ഒരുപക്ഷെ ഉത്തരം തരാനായി ആ ക്യാബിൻ്റെ ഭാഗം മാത്രമായി തിരിച്ചു കിട്ടുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ക്യാബിനകത്തുണ്ട്, അർജുൻ അതിനകത്തുണ്ട് എന്ന് മനാഫാണ് ഉറപ്പിച്ചു പറഞ്ഞിരുന്നത്. അന്ന് മുതൽ പറഞ്ഞു. അതേപോലെ ഇന്നും ആദ്യം കണ്ടത് മനാഫാണ്. ഈ വാഹനം കണ്ടെത്തുമ്പോഴും അതിനുള്ള അർജുനുണ്ടെന്ന് ആദ്യം പറയുന്നുണ്ട്. ബാക്കി ആരും അവിടെ നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ നോക്കുന്നുണ്ടല്ലോ, ആരും കാണുന്നില്ല. അതിനകത്ത് വേറൊരു രൂപത്തിലായി കഴിഞ്ഞിരുന്നു. അത് പുറത്തേക്ക് എടുക്കുമ്പോൾ പോലും നമ്മൾ അറിയാതെ ക്ലോസ് കാണിച്ചു പോവുക. നമുക്കറിയുന്നില്ല എന്താണ് അവിടെ ചെയ്യുന്നത്. കുത്തിയെടുക്കുമ്പോഴേ ആ ദേഹത്തിൻ്റെ ഭാഗം വല്ലാത്ത ദൃശ്യമായിരുന്നു. ശരിക്കും 16-ാം തീയതി രാവിലെ ഈ അപകടം ഉണ്ടായി. ആ അപകടം ഉണ്ടായതിനു ശേഷം അർജുൻ്റെ വാഹനം എവിടെയാണ് പതിച്ചത് എന്നുള്ളതിലേക്ക് എത്താൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ എല്ലായിടത്തും ഈ GPS അവസാനമായി, വണ്ടി അവസാനമായി ഓഫാക്കിയിട്ടിട്ടാണ് അർജുൻ ഉറങ്ങിയത് എന്നുള്ളത് പിന്നീടാണ് ബോധ്യമായത്. അവസാനം സിഗ്നൽ കിട്ടിയത് ഈ ധാബയുടെ എതിർവശത്ത് വണ്ടി പാർക്ക് ചെയ്തിരുന്ന ഇടത്തു നിന്നാണ്. പിന്നീട് ഈ മനാഫ് ആകെ ക്ലൂലെസ് ആയിരുന്നു. ഈ ആകെ കയ്യിലുള്ള ഒരേ ഒരു സൂചന ഈ GPS സിഗ്നൽ മാത്രമാണ്. അവസാനമായി ഫോൺ വിളിച്ചത് ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപാണ്. പിന്നീട് അയച്ച സന്ദേശങ്ങൾ അർജുൻ കണ്ടിട്ടില്ല. അങ്ങനെ അർജുൻ എവിടെയാണ് എന്നതിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ പിന്നീട് അങ്ങോട്ട് നമുക്ക് ഈ 18-ാം തീയതി ആകുമ്പോഴേക്കും, 16-ാം തീയതി കാണാതാകുന്നു, 18-ാം തീയതി ഈ റോഡിലെ മണ്ണ് നീക്കമാണ് അവിടെ കാണുന്നത്. നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ, നമ്മുടെ മാധ്യമ സംഘം അവിടേക്ക് ചെല്ലുമ്പോൾ ആകെയുള്ളത് ഈ റോഡിലെ മണ്ണ് നീക്കത്തിനായി ദേശീയപാത അതോറിറ്റിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കരാർ കമ്പനിയുടെ ആളുകൾ ഈ ദേശീയപാതയിലെ മണ്ണ് നീക്കി ഗതാഗതം സുഗമമാക്കാനുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുകയാണ്. ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു, അന്ന് മാധ്യമങ്ങൾ, റിപ്പോർട്ടർ അതിലേക്ക് മുന്നിട്ടിറങ്ങുകയായിരുന്നു. ഡോക്ടർ അരുൺ അടക്കമുള്ള നമ്മുടെ മാധ്യമ സംഘം. AK അഭിലാഷാണ് ആദ്യം അവിടേക്ക് പോകുന്നത്. AK അഭിലാഷിനെ കാസർഗോഡ് നിന്ന് അവിടേക്ക് നിയോഗിക്കാനായി നമ്മൾ തീരുമാനിക്കുന്നു. അങ്ങനെ അഭിലാഷിൻ്റെ വാർത്താ സംഘമാണ് ആദ്യം പോകുന്നത്. പിന്നീട് അങ്ങോട്ട് അതിൽ തന്നെ തുടരണമെന്ന് നമ്മളെ തീരുമാനിപ്പിച്ചത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഈ 18-ാം തീയതി അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കണ്ട ഈ രക്ഷാപ്രവർത്തനത്തിലെ ഏകോപനമില്ലാത്ത കാഴ്ച. അവിടെ ഉണ്ടായിരുന്ന 3 ഹിറ്റാച്ചിയും 4 ടോറസുമാണ്. ആ 4-3-7 വാഹനം കൊണ്ട് എവിടെ തിരയാനാണ്, ഇത്രയും മൺകൂന കൂടിക്കിടക്കുന്ന ഭാഗത്ത് എവിടെ തിരയാനാണ് എന്ന ചോദ്യം നമുക്ക് തോന്നി. ആ ചോദ്യം നമുക്ക്, ആ മാധ്യമ പ്രവർത്തനം ഇങ്ങനെ വേണം നമ്മളത് മുന്നോട്ട് പോകാൻ. ഈ ഒരാളെ കാണാതായതിന് അന്ന് നേരിട്ട ചോദ്യം എന്തായിരുന്നെന്ന് അറിയോ ഉണ്ണി സാറേ? ഏത് VIP ആണ് മണ്ണിനടിയിൽ കിടക്കുന്നത്? ആരെ അന്വേഷിച്ചാണ് നിങ്ങൾ വന്നത്? ഇത്രയും മാധ്യമങ്ങളൊക്കെ വരുന്നത് എന്തിനാണ്? അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ നേരിടേണ്ടി വന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ കാണുന്നത് പോലെയുള്ള ഒരു സൗഹാർദ്ദ അന്തരീക്ഷമായിരുന്നില്ല ആദ്യഘട്ടത്തിൽ നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യാനായി പോകുന്ന വേളയിൽ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ഒരുപക്ഷെ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് പരിചിതമല്ലാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ സന്ദർഭമാണ് അവിടെ കണ്ടത്. അവിടെയൊക്കെയാണ് സതീഷ് കൃഷ്ണസെയിൽ എന്ന് പറയുന്ന MLA, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, കേരളത്തിൻ്റെ 141ാമത് MLA എന്ന വണ്ണം സതീഷ് കൃഷ്ണസെയിൽ അവിടെ ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും, ചില ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് മടുത്തു പോയിട്ടുണ്ട്. ഇനി എന്ത് തിരയാനാണ് എന്ന മട്ടിൽ അദ്ദേഹവും മടുത്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടു. കാരണം അടിയൊഴുക്ക് 6 നോട്ട്സിന് മുകളിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഡൈവ് ചെയ്യുക? നേവിയുടെ ടീം വരുന്നു, ഡീപ്പ് ഡൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ഈശ്വർ മാൽപേ അവിടെ വരുന്നു. ഈശ്വർ മാൽപേയൊക്കെ അർജുനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ കുടുംബത്തെക്കുറിച്ചോ ഒന്നും കേട്ടറിവല്ലാതെ മറ്റൊരു അറിവുമില്ലാത്ത ഒരു മനുഷ്യൻ അവിടെ ഈ മനാഫ് പറഞ്ഞതനുസരിച്ച് അവിടെ എത്തുകയാണ്. മാൽപ്പയുടെ ഒരു ടീം വന്ന് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ പല ഘട്ടങ്ങളിലായി ഈ സഹായങ്ങൾ വരുന്നതാണ് നമ്മൾ കാണുന്നത്. നാവികസേനയുടെ രക്ഷാപ്രവർത്തനത്തിന് സേന വരുന്നു, സോണാർ പരിശോധന നടത്തുന്നു, റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലനും സംഘവും വരുന്നു. അങ്ങനെ പലതരം മനുഷ്യരുടെ ഒരു കൂട്ടായ യത്നമാണ് അർജുൻ്റെ ട്രക്ക് കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത്. അതിനിടയിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നമുക്കത് ഈ ഘട്ടത്തിൽ മറക്കാം. കാരണം കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട വസ്തുതയാണ്. ഈ കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി, പിന്നെ ലോകേഷും ജഗന്നാഥനുമാണ് കാണാതായവർ. അവർക്ക് വേണ്ടി ഇത്രയും പ്രഷർ കർണാടകത്തിൽ നിന്നോ അവരുടെ നാട്ടുകാരിൽ നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ അവർ പ്രഷറൈസ്ഡ് ആയത് അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. ഒരു നാട് മുഴുവൻ, ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ്, സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി തന്നെ കത്തെഴുതുകയാണ്, അല്ലെങ്കിൽ വിളിച്ചാവശ്യപ്പെടുകയാണ് ഇതിൽ അന്വേഷണം വേണം എന്നുള്ളത്. ഇക്കാര്യത്തിൽ ഒരു സമ്മർദ്ദം നേരിട്ടത് കൊണ്ട് മാത്രമാണ് ഈ 72 ദിവസമൊക്കെ ഒരാൾക്കായി തെരച്ചിൽ നടത്തുക, 72ാമത്തെ ദിവസം ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് ഈ സമീപകാലത്തൊന്നും, നമ്മൾ സമീപകാലത്തൊന്നല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല.
അത്രയും കാലം ഇങ്ങനെ ഒരു സമ്മർദ്ദത്തിന് വിധേയരായിക്കൊണ്ട് ഒരു സർക്കാരിന്, ഒരു ഭരണകൂടത്തിന് തെരച്ചിൽ നടത്തേണ്ടി വരിക. പല ദിവസങ്ങളിലും അവധി ദിനങ്ങളിൽ അവർ കൃത്യമായി പോകുന്നു. അതുപോലെ തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ കൃത്യമായി 8 മണിക്കൂർ ഷിഫ്റ്റ് വെച്ചാണോ ജോലി, അങ്ങനെ പല പല വിമർശനങ്ങൾ നമുക്ക് ഉന്നയിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന അർജുനെ കണ്ടെത്തുക, അർജുന് എന്ത് സംഭവിച്ചു എന്നറിയുക. അർജുനെ കണ്ടെത്തുക എന്നത്, അർജുനെ ജീവനോടെ കണ്ടെത്തുക എന്നത് നമുക്ക് ആദ്യ ദിവസങ്ങളിൽ തന്നെ ബോധ്യമായി അത് സാധ്യമാകില്ല എന്നുള്ള ഘട്ടം. അർജുൻ മടങ്ങി വരുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ നശിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും 29-ാം തീയതി ആകുമ്പോഴേക്കും ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു. അതോടെ പ്രതീക്ഷകളില്ലാതെ, പക്ഷേ അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയണം, അർജുൻ എവിടെ പോയി എന്നറിയണം. അത് ആ കുടുംബത്തിൻ്റെ കൂടി ആവശ്യമാണ്. ആ കുടുംബത്തിനൊപ്പം നിൽക്കുക എന്നതായിരുന്നു നമ്മുടെ വഴി. ആ വഴിയിൽ തന്നെ നമ്മൾ തുടർന്നു. ഇന്നത്തെ ദിവസം, ഇന്ന് ജിതിനും മനാഫും ഒക്കെ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അഞ്ജു കഴിഞ്ഞ ദിവസം മടങ്ങി. അഞ്ജു ഇന്ന് അവിടെ ഉണ്ടാകാതിരുന്നത് നന്നായി. കാരണം സഹോദരൻ്റെ ശരീരഭാഗങ്ങളാണ് അവിടെ നിന്ന് കണ്ടെടുക്കുന്നത്. അത് താങ്ങാൻ കഴിയില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അർജുൻ ഇത്രയും ദിവസം കൊണ്ട്, 72 ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു മലയാളികളുടെ എല്ലാവരുടെയും വീട്ടിലെ ആരെങ്കിലുമൊക്കെയായി അർജുൻ മാറിയിട്ടുണ്ട്. കാരണം അത്രയധികം ആളുകളാണ് ടെലിവിഷൻ സ്ക്രീനുകളിൽ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ അർജുൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്നറിയാൻ ഈ ദിവസങ്ങളിലെല്ലാം പരതിയത്. മലയാളികൾ മാത്രമല്ല, മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളും അർജുനെക്കുറിച്ച്, കർണാടകത്തിൽ നിന്നുള്ള ആളുകൾക്ക് വരെ അർജുൻ എന്നുള്ള പേര് ഫെമിലിയർ ആയത് ഈ ഒരു കാര്യം കൊണ്ടുകൂടിയാണ്. അത്രയധികം അർജുൻ നമുക്കറിയാവുന്ന ആരോ ഒരാൾ മരിച്ചതുപോലെയുള്ള ഒരു വിഷമം ഇന്ന് ആ മൃതദേഹം പൊക്കിയെടുക്കുമ്പോൾ നമ്മുടേതെന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാ ന്യൂസ് റൂമുകളിലും അത് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. കാരണം ഇത്രയധികം ദിവസം നമ്മളൊരു വ്യക്തിക്കായി ഇങ്ങനെ കാത്തിരിക്കുകയും തുടർച്ചയായി അയാളെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ആ കുടുംബത്തോട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത ഒരു അനുഭവം നമ്മുടെയും മാധ്യമപ്രവർത്തന ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക അനുഭവമായി അർജുൻ എന്നും ഉണ്ടാകും. അപ്പോൾ അർജുൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരാം എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുക. ആ കുടുംബത്തിനൊപ്പം നമുക്ക് തുടരാം. അർജുൻ്റെ മൃതദേഹമാണോ എന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധന നടത്തുമെന്നാണ് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞത്. 2 ദിവസത്തിനുള്ളിൽ ആ ഫലം വന്ന ശേഷമായിരിക്കും മൃതദേഹം വിട്ടുകൊടുക്കുക. അർജുനു വേണ്ടി നമ്മൾ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യാൻ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ MLA-മാരും മലയാളികളും എല്ലാവരും, ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട പേരുകളിലൊന്ന് ഈശ്വർ മാൽപ്പയുടേതും മനാഫിൻ്റേതുമാണ്. ഒരു സഹോദരനെ പോലെ, ഒരു ലോറി ഉടമയായോ സുഹൃത്തായോ അല്ല എനിക്ക് മനാഫിനെ ഫീൽ ചെയ്തത്. മനാഫ് ഒരു നല്ല മനുഷ്യനാണ്, ഒരു നല്ല മനുഷ്യനായി കൂടെ നിന്നു. അത് അയാളുടെ ലോറി കിട്ടിക്കഴിഞ്ഞാലും ആ ലോറിക്ക് വേണ്ടി നിന്നതോ അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തിന് വേണ്ടി നിന്നതോ ആയി ഒരിക്കലും കണക്കാക്കാൻ കഴിയില്ല. ആ വാഹനത്തിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി എനിക്ക് എന്ന് പറയുന്നതിലുണ്ട് മനാഫ് എന്ന മനുഷ്യൻ്റെ മനസ്സിൻ്റെ വലിപ്പം. അല്ല, ഇന്ന് മനാഫ് പറഞ്ഞത് അർജുനെ കിട്ടിക്കഴിഞ്ഞ ആ ലോറി അവിടെ തന്നെ ആ പുഴയിലേക്ക് കളയാനാണ് പറയുന്നത്. അത് ചെയ്യുമായിരിക്കില്ല, പക്ഷെ എന്നാലും ആ മനസ്സതാണ്, അർജുനെ കിട്ടുക എന്ന് മാത്രമായിരുന്നു ഉദ്ദേശം. ഏതായാലും നമ്മളെല്ലാവരും ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ. Meet the editors.